ഇതല്ലെങ്കിൽ വേറെ വഴി പഠിച്ചോൻ ജനിപ്പിച്ച് പഠിച്ചോനറിയില്ലേ വഴി കാണിച്ചു തരാൻ. അപ്പോൾ കുറേ പേര് വരും. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ആ നിയമങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് നിന്നെ കൊണ്ട് ആരെങ്കിലും എൻ്റെ ഈമാൻ അളക്കാൻ അതിനുള്ള അവകാശം പഠിച്ചോൻ എഴുതി തന്നിട്ടുണ്ടോ? എൻ്റെ ഈമാൻ എന്താണ്, ഞാൻ ശരിക്കും സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നൊക്കെ അതൊക്കെ അവിടെ പോയാലേ അറിയുള്ളൂ. ഇവിടെ തക്കവയും പറഞ്ഞിട്ട് ഈമാനും പറഞ്ഞിട്ട് നടക്കുന്ന കുറേ പേരൊക്കെ എവിടെ കിടക്കണം എന്നുള്ളത് അവിടെ പോയാലേ അറിയാം. നിങ്ങളൊക്കെ വീട്ടിനുള്ളിൽ കിടന്നിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടാവും. നിങ്ങളിങ്ങനെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് വരിക. എന്തായാലും ഞാൻ ഇപ്പോഴും പറഞ്ഞത് വളരെ കറക്റ്റാട്ടോ. കുറച്ച് കീറങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഓല വിചാരം അവരടുത്താണ് സ്വർഗത്തിന് നരകത്തിൻ്റെ താക്കോലെന്നാണ്. അവർ പറയുമ്പോൾ കയറാനും അവർ പറയുമ്പോൾ ഇറങ്ങാനുള്ള ഇതേപോലെ വീടാണത്. അതായത് ഇന്നാളിപ്പോൾ ഏതോ ദുൽഖർ സൽമാൻ്റെ ഏതോ പോസ്റ്റാണ്. അതായത് നായക്ക് ഫുഡ് കൊടുക്കണ്ടോ അല്ലെങ്കിൽ നായനെ ഒന്ന് തലോടിൻ്റെ ഫോട്ടോ അതിൻ്റെ അടിയിൽ വന്ന് കാണും കമൻറ്റ് ചെയ്യുക, ദുൽഖർ എനിക്ക് മരിക്കണ്ടേ, പള്ളിക്കത്തെ മുക്രയാണ് ദുൽഖർ. ഒന്ന് ഇമാതിരി കുറേ ടീംസുകളുണ്ട്. ഒരു അന്തോ കാരോ എന്താണ് എവിടെ പറയേണ്ടത് എന്നുള്ള ഒരു വിചാരമില്ലാത്ത. ഇപ്പോൾ ഷിലു ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രമുഖ ആളെ കുറിച്ചാണ്. അയാളെ പേര് ഞാനൊന്നും പറയണില്ല. എല്ലാവരും നന്നാക്കാൻ നടക്കുന്ന ഒരു ബ്ലോഗറാണ് അയാൾ. അയാൾ ആരാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും നന്നാക്കുക, ചിരിച്ച് ഉപദേശിച്ച്. പക്ഷെ അയാളെ കുറവുകൾ എന്താണെന്ന് അയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ആദ്യം സ്വയം നന്നാക്കിയിട്ട് പോരെ ബാക്കിയുള്ളവരെ നന്നാക്കാൻ വേണ്ടിയിട്ട്. ഇവനെപ്പോലുള്ള ആൾക്കാരെന്താ അറിയോ, ആണുങ്ങൾ എന്ത് ചെയ്താലും ഒന്നും പറയൂല. ആണുങ്ങൾ എത്രമാതിരി തോന്നിയാസും കാര്യങ്ങളൊക്കെ എത്രമാതിരി കേസുണ്ട്, അതിനെതിരൊന്നും ശബ്ദിക്കൂല. പക്ഷേ പെണ്ണെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുടുംബം കലക്കുന്ന താത്ത ബ്ലോഗർ, കുടുംബം കലക്കുന്ന ഇവള് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം വീഡിയോ ഇറങ്ങും. എന്താ പെണ്ണുങ്ങൾ ചെയ്താലേ ലോകാവസാനത്തിൻ്റെ അടയാളമാവുള്ളൂ. ആണുങ്ങൾ എന്ത് ചെയ്താലും പ്രശ്നമില്ലല്ലോ. പെണ്ണ് എന്തെങ്കിലും തലേന്ന് തട്ടെന്ന് ചെറുതായിട്ട് മാറിയാൽ പോലും ലോകാവസാനത്തിൻ്റെ അടയാളം. പക്ഷേ ആണുങ്ങൾ എന്ത് പരിപാടി ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമില്ല, അത് ലോകാവസാനമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞതിനോട് 100% യോജിപ്പാണ്. ഇസ്ലാം മതത്തിന്റെ പേരിൽ കുറേ എണ്ണം വരും. ഇസ്ലാം എന്നതിന്റെ അർത്ഥം അറിയോ? സമാധാനം. എന്നിട്ട് പറയുന്നത് മൊത്തം ക്ഷമിക്ക്, സഹിക്ക്, മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്ക്. ഇപ്പൊ സംഭവിച്ചത് എന്താ ഈ കുട്ടിയുടെ കാര്യത്തിൽ? അവരുടെ അടുത്ത് ആ ഉമ്മയുടെ അടുത്ത് എത്ര പേര് ഇതുപോലെയൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അവരെന്തോരം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഒരാൾ ഒരു ലൈഫിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തീരുമാനിക്കുന്നത്. എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത്? സമാധാനം ഇപ്പോൾ അവർക്ക് കിട്ടിയില്ലേ? ആ മോള് സമാധാനമായിട്ടുള്ളൊരു ഇതിലേക്ക് പോയി. 18 വയസ്സുള്ളൂ. പറയാൻ കാരണമുണ്ട്. ഇപ്പോഴും സമൂഹത്തിനെ പേടിച്ചിട്ട് അത്രയ്ക്ക് മോശമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് പോകുന്ന സ്ത്രീകൾ എന്നോട് ഒന്ന് കരയാ. സ്വന്തം ഉമ്മ സമ്മതിക്കുന്നില്ല, സ്വന്തം ആങ്ങളമാര് പ്രശ്നം ഉണ്ടാക്കുന്നു, ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടും അയ്യോ നാട്ടുകാരെന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് പിടിച്ചു നിർത്തുക. അങ്ങനെയൊക്കെയുള്ള ബന്ധത്തിലാണ് ഏറ്റവും അവസാനം ഈ പെൺകുട്ടികൾക്ക് തോന്നുക ഈ പറയുന്ന എല്ലാവരും എനിക്ക് ശിക്ഷിക്കണം, എന്നെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാവരും എനിക്ക് ശിക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് സ്വന്തം ജീവിതം ഇല്ലാതാക്കുന്നത്. അതൊരു വീഡിയോയ്ക്ക് വരാം. ഈ പറയുന്നത് ഏത് കേസിനെ കുറിച്ചിട്ടാണെന്ന് അറിയില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്നലെ അതല്ലെങ്കിൽ മിഞ്ഞാന്നോ നടന്നിട്ടുള്ള നമ്മുടെ ഗൾഫിൽ നിന്ന് ഒരാൾ വന്നു കണ്ട് ഒരു കുട്ടിനെ ഉമ്മാനെ വെട്ടിക്കൊന്നില്ലേ, അയാളെ ലഹരിക്ക് അടിമയെന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് തോന്നുന്നു. ഈ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആണ് പെണ്ണ് എന്ന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അത് തലയിൽ കയറി കഴിഞ്ഞാൽ എന്ത് മനുഷ്യനാണെന്നുള്ള ബോധം കൂടി ഉണ്ടാവില്ല. അത്രയും മാരക ലഹരിയായിരിക്കും അയാൾ അടിച്ചിട്ടുണ്ടാവുക. അതിൽ ഞാൻ ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞതിൽ ഒരു വളരെ കൃത്യമായിട്ടുള്ള പോയിന്റ് ഉണ്ട്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉമ്മാനെ വിളിച്ച ഉമ്മ പറയും എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അത് ആൾക്കാരെ പുറത്തിറങ്ങിയാൽ മോശമല്ലേ? പക്ഷേ അത് പണ്ടായിരുന്നു കൂടുതൽ. ഇപ്പോൾ അതിന് കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം പെണ്ണുങ്ങൾക്കും കാര്യങ്ങളൊക്കെ ജോലി കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അത് ഒറ്റക്കാലം നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോവാം. ഇതിനിപ്പോൾ എന്താ, ഇപ്പോൾ കുടുംബം കലക്കുന്ന താത്ര വ്ളോഗർ എന്നൊന്നും വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. കാരണം ആണുങ്ങൾ കാരണം ജീവിതം നശിച്ചു പോയ ഒരുപാട് പെണ്ണുങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അതൊന്നും യൂട്യൂബർ കാണൂല. യൂട്യൂബർ കാണേണ്ടതേ ഉണ്ടാവുള്ളൂ. കാരണം ഇത്ര ഫേമസ് ആയ ആളല്ലേ, അതുകൊണ്ട് 100 കണക്കിന് സംഭവങ്ങൾ അപ്പുറത്ത് നടക്കണില്ലേ. അപ്പോൾ അത് വേറെ കാര്യം. കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി രണ്ടുപേരെയും സമ്മതത്തോടു കൂടിയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് പിന്നെ അവസാനം അവൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തൊരു സംഭവമുണ്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ചില സമയം തോന്നും ഈ ലേഡീസിന് ചില കാര്യങ്ങൾ നമുക്ക് ഉപദേശിക്കാം. ആരെങ്കിലും ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ചതിയിൽ പെട്ട പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു നിമിഷം ആ ഒരു സൂയിസൈഡ് എന്നൊരു കാര്യത്തിൽ നിന്നും എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്ന് പറഞ്ഞതിന് ഒരു ലോജിക്ക് ഉണ്ടാവും. അല്ല, എന്താണ് ഈ വിവാഹ വാഗ്ദാനം? വിവാഹ വാഗ്ദാനം കൊടുക്കുമ്പോൾ തന്നെ ഒപ്പം പോയി കൊടുക്കാൻ അപ്പോൾ ആ പെണ്ണിനൊന്നും തീരെ അന്തല്ല. അല്ല, ഇങ്ങനെ ഒരു വാക്കിനെ ലോജിക്കില്ല. ഈ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാതെ നിവൃത്തില്ല. കാരണം എന്താ പറയുക,
പെണ്ണുങ്ങൾ ഈ ഒരു വാഗ്ദാനം കൊടുക്കുമ്പോൾ എന്തിനാണ് ഒപ്പം പോകാൻ നിൽക്കുന്നത്? റിയാക്ഷൻ ചാനൽ ചെയ്യുന്നവന്മാരുടെ മെയിൻ പരിപാടി എന്താണെന്നറിയോ? ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരാളെ പറ്റിച്ച് മുഴുവനായിട്ട് അറിയാതെ എന്തെങ്കിലും കേട്ടു. മര്യാദയ്ക്ക് എൻ്റെ പേര് പോലും പലർക്കും അറിയില്ല, എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പോലും അറിയില്ല. എന്നിട്ടാണ് ഓരോന്ന് വായിൽ തോന്നുന്ന പോലെ വിളിച്ച് പറയുന്നത്. ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം, അവർ അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അതെ പോസിറ്റീവായിട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പറ്റൂല അല്ലേ? വ്യൂസ് കിട്ടൂല, പൈസ കിട്ടൂല, ഡോളർ കയറൂല, ചാനൽ സബ്സ്ക്രൈബേഴ്സ് കയറൂല, ലൈക്ക് കിട്ടൂല അല്ലേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നെഗറ്റീവായിട്ട് ചെയ്യും. ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്രയും ഫാമിലി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളമ്പുമ്പോൾ ഇതേപോലുള്ള റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഈ റിയാക്ഷൻ ചെയ്യേണ്ട ആൾക്കാരിൽ ഇതിലുണ്ട് നല്ല ആൾക്കാർ, മോശം ആൾക്കാരും. ചിലർ കൊത്തി വലിച്ച് കീറും, ചിലർ ഫാമിലിയിൽ അത്രയും മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിച്ചാണ് കീറും. അവർക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. പക്ഷെ നല്ല രീതിയിൽ റിയാക്ഷൻ ചെയ്യേണ്ട ആൾക്കാർ വേറെ ഉണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പബ്ലിക്കാക്കുമ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളുണ്ടാവും. സ്വാഭാവികം അത് സഹിക്കാനുള്ള ഒരു മനക്കട്ടി ഉണ്ടാവണം. അല്ലാണ്ട് ഇപ്പോൾ കാര്യമില്ല. സോഷ്യൽ മീഡിയ ഇത്രയും മില്യൺ കണക്കിന് റീച്ചുള്ള ചാനലിൽ ഒരാൾ വന്ന് കണ്ട് പറയുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാത്രമേ റിയാക്ഷൻ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നതോട് യോജിക്കാൻ കഴിയില്ല. കാരണം എന്താ പറയുക, എല്ലാവരും നല്ല ആൾക്കാരല്ല, പലരും പല കണ്ണിലൂടെയാണ് കാര്യങ്ങൾ എടുക്കുക. അപ്പോൾ ചില ആൾക്കാർ എന്തായാലും കൊത്തി വലിച്ച് കയറും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അത്ര ഇതിൽ സംഭവിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ജീവിതത്തിൽ പെൺകുട്ടികളോടാണ് ഞാൻ ഈ പറയുന്നത്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും എനിക്ക് ആരെങ്കിലും ഉണ്ടാവും. എൻ്റെ വാപ്പ ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ വെല്ലിപ്പ ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ആങ്ങളമാരുണ്ടാവും. അതും കഴിഞ്ഞ് ഞാൻ കെട്ടിച്ച് എൻ്റെ മാപ്പിള ഉണ്ടാവും. മാപ്പിള കഴിഞ്ഞാൽ അടുത്തത് എൻ്റെ ആമക്കളുണ്ടാവും എന്ന് വിചാരിച്ച് ജീവിക്കരുത്. നിങ്ങൾക്ക് ഇതൊന്നും ശാശ്വതമല്ല. എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിൽ എന്തും സംഭവിക്കാം. പക്ഷെ ആ ഉമ്മ സഹിച്ചത് എന്തൊക്കെയാണ്? എത്ര കൊല്ലം, എത്ര മാസം വയറ്റിലിട്ട് കഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാതെ, ബാത്റൂമിലേക്ക് 100 പ്രാവശ്യം മൂത്രമൊഴിക്കാൻ പോയിട്ടും മറ്റതും മറിച്ചതും ചുമയ്ക്കുമ്പോഴേക്കും യൂറിൻ ലീക്കായിട്ടും, നേരത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട്, കഴിക്കുന്ന ഭക്ഷണം ഫുള്ളായിട്ട് ഛർദ്ദിച്ച് വിശന്ന് അലഞ്ഞ് കഷ്ടപ്പെട്ട് പ്രസവിച്ച മോള്, ഒരേ ഒരു മോള് വീട്ടിൽ വന്ന് ഉമ്മാനെ കൊല്ലാനായിട്ട് പോയ സമയത്ത് മോള് തടുത്തതാ. അതിൻ്റെ ജീവൻ പോയി. നോക്കി നിന്നു, അയാള് നോക്കി നിന്നു. കഷ്ടപ്പാടുണ്ടെങ്കിലും ആ കഷ്ടപ്പാടൊക്കെ സഹിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്നുള്ളൊരു വിചാരമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള സംഭവം, ദുബായിൽ നിന്ന് ഒരു പ്രവാസി നാട്ടിലേക്ക് വന്നിട്ട് ഓൻ്റെ മകളെയും ഭാര്യനെയും വെട്ടിക്കൊന്നു. സംഭവം അയാൾ ഡ്രഗ്സിന് അഡിക്റ്റാണ്. അതിലത്രേ ഉള്ളൂ. ഡ്രഗ്സ് എന്നുള്ളൊരു ഫാക്ടർ. അതിൽ ആണ് പെണ്ണെന്നൊന്നും വ്യത്യാസമില്ല. എത്ര സംഭവങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിൽ. ഇപ്പോൾ ഷിംജിതൻ്റെ കേസ് തന്നെ കഴിഞ്ഞ ആഴ്ച ഷിംജിത എന്നുള്ള പെണ്ണുകാരനെ ഒരാണ് ആത്മഹത്യ ചെയ്ത് മരിച്ചില്ലേ? ആർക്ക് പോയി? അയാൾക്കും അയാളുടെ കുടുംബത്തിനും പോയി. ഇതിലാണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം ഒന്നുമില്ല കേട്ടോ. കുറ്റകൃത്യം ക്രിമിനൽസും അത് ഈ രണ്ട് കൂട്ടത്തിലുണ്ട്. അറിയാൻ വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ടൊരു കാര്യം പറയാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളൊരു സംഭവമാണ്. ഗ്രീഷ്മ എന്ന് പറയുന്ന പെണ്ണ് ഒരു കണ്ണിച്ചോരി, ഒരു മനസാക്ഷി ഇല്ലാതെ ഫ്രൂട്ടിൽ വിഷം കലക്കി കൊടുത്തിട്ട് ഒരാണിനെ ദയനീയമായിട്ട് കൊലപ്പെടുത്തിയ സംഭവം ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായിട്ടുണ്ടോ? ഒരു ഫ്രൂട്ടിൽ അത്ര മനക്കട്ടിയുള്ളൂ. ക്രിമിനൽസ് രണ്ട് കൂട്ടത്തിലുണ്ട്. അതിന് ഒരു വിഭാഗത്തിന് മാത്രം ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ആണിനും പെണ്ണിലും ക്രിമിനൽസ് ഉണ്ട്. ഷിലു ഒരേ ലൈനിലും കൂടെയാണ് കാര്യങ്ങൾ കാണുന്നത്. കാരണം ഷിലുവിൻ്റെ ജീവിതത്തിൽ ഷിലുവിന് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ ആണുങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷിലുവിനെ അത് കാണുമ്പോൾ എല്ലാതും ഒരേ കണ്ണിൽ കൂടെ കാണാൻ കഴിയുള്ളൂ. പക്ഷേ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ നടക്കുന്നുണ്ട്. ഈ ഉമ്മാൻ്റെ കണ്ണീരും ഉമ്മാൻ്റെ വേദനയും, ഉമ്മ 10 മാസം ഗർഭം ചുമന്നൊക്കെ ഇതെല്ലാവർക്കും ബാധകമാണല്ലോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. സ്വന്തം ഇഷ്ടപ്പെട്ട ചെക്കനോടൊപ്പം വിടാത്തതിൻ്റെ പേരിൽ മാതാവിനെയാണ് ഒരു പെൺകുട്ടി വെട്ടിക്കൊന്നത്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ കാണിച്ചു തരണം. ഇപ്പോൾ ഇന്നലെ വന്നിട്ടുള്ളൊരു സംഭവമാണ്. ഇഷ്ടപ്പെട്ട പെൺകുട്ടി വിവാഹത്തിന് സമ്മതിച്ചില്ല. ഓള് പൈസ ഉണ്ടപ്പോൾ വേറെ ആളൊപ്പം പോയി. യുവാവ് ജീവനൊടുക്കി. ഈ ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇങ്ങനെ എത്ര സംഭവങ്ങൾ പെണ്ണുങ്ങൾ കാരണം ജീവിതം നഷ്ടപ്പെട്ടു പോയ ആണുങ്ങളിത് എണ്ണി കാണിച്ചു തരാൻ കഴിയും. എത്ര പെണ്ണുങ്ങൾ കാരണം ജീവിതം നശിച്ചു പോയ ആണുങ്ങളെ കഥകൾ എത്രണ്ണം ഷിലുവിന് കാണിച്ചു തരാൻ കഴിയും. അപ്പോൾ നോക്കുമ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒരേ സൈഡിലൂടെ മാത്രം കാര്യങ്ങൾ കാണുന്നതിനോട് തീരെ യോജിക്കാൻ കഴിയില്ല. രണ്ട് സൈഡിലും ഒരേപോലെ സംഭവങ്ങൾ, മോശം അനുഭവങ്ങൾ. അപ്പോൾ കുറേ പേര് വരും. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ആ നിയമങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട്. നിന്നെ കൊണ്ട് ആരെങ്കിലും എൻ്റെ ഈമാൻ അളക്കാൻ അതിനുള്ള അവകാശം പടച്ചവൻ എഴുതി തന്നിട്ടുണ്ടോ? എൻ്റെ ഈമാൻ എന്താണ്? ഞാൻ ശരിക്കും സ്വർഗത്തിലാണോ നരകത്തിലാണോ? സ്വർഗത്തിന് നരകത്തിന് പാറ്റൻ്റ് എടുത്ത ആൾക്കാരാണ്. അവർക്കറിയാം ആരൊക്കെയാണ് സ്വർഗത്തിലെ നരകത്തിലെന്ന്. കാരണം അവർ ഒരു വട്ടം അവിടെ പോയി വന്നതല്ലേ. അവർക്ക് വിവരം കിട്ടിയിട്ടുണ്ടാവും ആരൊക്കെയാണ് സ്വർഗത്തിലെ നരകത്തിൽ നിന്ന് വേർതിരിച്ചു കൊടുക്കാനേ.
ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഒരു അന്തല്ലാതെ നടക്കുന്ന എല്ലാവരെയും സ്വർഗത്തേക്കാണ് ചാപ്പ് കുത്തി കുറച്ച് ആൾക്കാർ അവിടെ ഇടും, നരകത്തേക്ക് കുറച്ച് ചാപ്പ് കുത്തി ഇങ്ങോട്ട് ഇടാനും. ഇവർക്ക് ആരാണ് ഇതിൽ ലൈസൻസ് കൊടുത്തതെന്ന് മനസ്സിലായില്ല. അല്ല ലൈസൻസ് വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ, ഇനി ചിലപ്പോൾ കയ്യിലുണ്ടാവും.